രേണുക ഉണ്ണിക്കണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. 2-3 ദിവസമായിട്ട് കുറച്ച് ഭയങ്കര ക്ഷീണമാണ്. ഭയങ്കര ക്ഷീണവും തീരെ കഴിയുന്നില്ല, തീരെ വയ്യ, അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. ഇന്നലെ മുതൽ ഇത്തിരി വേദനയും അധികമാണ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഇംഗ്ലീഷ് മരുന്ന് നിർത്തിയിട്ട് ഞാൻ ആയുർവേദം ഇപ്പോൾ കഴിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷ് മരുന്ന് പെയിൻ കില്ലർ കഴിച്ച് വല്ലാത്തൊരവസ്ഥയിലായി. അപ്പോൾ ആയുർവേദമാണ് ഞാനിപ്പോൾ കഴിക്കുന്നത്. ആയുർവേദം 2 ആഴ്ചത്തേക്ക് മരുന്ന് തന്നിരുന്നു. ശനിയാഴ്ച വരെയാണ് കഴിക്കേണ്ടത്. പക്ഷേങ്കിൽ എനിക്ക് അതിൻ്റെ ഇടയിലെല്ലാം ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഉറക്കം വരും. ആ ക്ഷീണം സാധാരണ മരുന്ന് കഴിച്ചാൽ ആ മരുന്നിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവാറുണ്ട്. ഉറങ്ങും പെയിൻ കില്ലറൊക്കെ കഴിച്ചാൽ. ഇത് ആ ക്ഷീണമല്ല കേട്ടോ, പെയിൻ കില്ലർ കഴിക്കുന്ന പോലത്തെയുള്ള ആ ക്ഷീണമല്ല ഇത്. എനിക്ക് ഭയങ്കര കൈയും കാലും ഇങ്ങനെ കുഴഞ്ഞു പോവുക, ഭയങ്കര ക്ഷീണം. പിന്നെ ഇപ്പം ചൂടും ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ച അതുകൊണ്ടായിരിക്കാം, എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും അതിൻ്റെ ക്ഷീണമാണ്. പക്ഷെ എനിക്ക് എത്ര ഇങ്ങനെ ഉറങ്ങി ഇതായാലും മതിയാകുന്നില്ല, ഭയങ്കര ക്ഷീണം. അപ്പോൾ ഇന്നലെ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ എനിക്കിങ്ങനെ നട്ടലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വേദന വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, കുറച്ച് സമയം ഇരുന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടായിരിക്കാം. എനിക്ക് അധികം സമയം ഇരിക്കാനും പറ്റുന്നില്ല, നടക്കാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ. അപ്പോൾ എനിക്ക് കിടക്കണം എന്ന് ഒരു തോന്നൽ. അപ്പം ഞാൻ കിടന്ന് അങ്ങനെ ആ വേദന കുറച്ച് കുറയട്ടെ. എനിക്ക് എപ്പോഴും നമ്മൾ ഒരാളോട് എപ്പോഴും അവിടെ വേദന ഇവിടെ വേദന എന്ന് പറയുന്നതിനൊരു കണക്കില്ലേ. അപ്പോൾ ഞാൻ കുറേ കടിച്ച് പിടിച്ച് ഇങ്ങനെ നിന്നു കേട്ടോ. രാത്രി ഒരു 7:30 ആയപ്പോൾ എനിക്ക് നല്ല വേദന കൂടി. അപ്പോൾ ഞാൻ എന്നിട്ടും കടിച്ച് പിടിച്ച് നിന്നു. അങ്ങനെ ഒരു 9 മണിയായപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ടും ഞാൻ കടിച്ച് പിടിച്ച് നിന്നു. വേദനയ്ക്ക് ചൂടിൻ്റെ ബാഗ് വെച്ചു. പിന്നെ നട്ടലിന് സ്പ്രേ അടിച്ചു നോക്കി. വേദനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്പ്രേ അടിക്കും കേട്ടോ. ആരും കാണാണ്ട് സ്പ്രേ അടിക്കലേ, പിന്നെ വേദന സംഹാരികൾ കഴിക്കലേ, അതൊക്കെ എൻ്റെ ഞാൻ കിടക്കുന്ന ആ ഭാഗത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കും. പിന്നെ ഞാൻ പെയിൻ കില്ലറൊക്കെ ഞാൻ തന്നെ എടുത്ത് മാറ്റി. ഞാൻ തന്നെ ഇതിങ്ങനെ കഴിക്കുന്നുണ്ടല്ലോ, ഈ പെയിൻ കില്ലർ കഴിക്കണ്ട എന്നിട്ട് ഞാൻ സാധാരണ എൻ്റെ ഗുളിക തരുന്നതിന് പുറമെ ഞാൻ പെയിൻ കില്ലറും കഴിക്കും. അപ്പോൾ അതും എടുത്തൊക്കെ മാറ്റിയതായിരുന്നു, എല്ലാം കളഞ്ഞു ഞാൻ. എന്നിട്ട് ഇനി ഞാൻ കഴിക്കാണ്ട് നോക്കാമല്ലോ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്നിട്ട് രാത്രി ഞാൻ ഏകദേശം ഒരു 9:30 വരെ എങ്ങനെയല്ലോ പിടിച്ച് നിന്നിട്ട് കൊണ്ടുപോയി കാണിച്ചു. ഇഞ്ചക്ഷൻ വെച്ചു. കുറച്ച് സമയം അവിടെ ഇരുന്നു വന്നു. പക്ഷേ ആ വരുന്ന സമയത്തുള്ള വേദന പറയാൻ കഴിയില്ല, അത്രയും വേദനയായിരുന്നു കേട്ടോ. വരുമ്പോഴും നല്ല വേദനയാണ്, ഭയങ്കര വേദന. വന്നിട്ട് ഞാനിങ്ങനെ കുഴഞ്ഞു പോവുക, വേദന കൊണ്ട് ഇങ്ങനെ സഹിക്കാൻ പറ്റാത്ത വേദന. ഇവിടെ വന്നിട്ട് അവിടെ നിന്ന് ഗുളികയും തന്നിരുന്നു. അപ്പോൾ ആ ഗുളിക കഴിച്ചു. ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട്, അവിടുത്തെ ആ ഗുളിക കഴിച്ചു. അതും സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ പിന്നെ മംഗലാപുരത്ത് നിന്ന് എനിക്ക് ഗുളിക തന്നിരുന്നു. അപ്പോൾ അതിലത്തെ ഒരെണ്ണം എക്സ്ട്രാ ബാക്കിയുണ്ട്. അത് 15 ദിവസത്തേക്കേ കഴിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ 15 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഒരെണ്ണം എക്സ്ട്രാ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു. എന്നിട്ടും മാറുന്നില്ല. എന്നിട്ട് നമ്മൾ ചൂട് വയ്ക്കുന്ന ഒരു ബാഗ് അതുണ്ടല്ലോ, ഹീറ്റ് ബാഗ്, അത് വെച്ചിട്ട് നട്ടലിന് കുറേ നേരം വെച്ച് ഞാൻ ഏകദേശം നട്ടലൊക്കെ പൊള്ളിപ്പോയിട്ടുണ്ടാവും. അത്ര ചൂടിലാണ് വയ്ക്കുന്നത്. അതൊക്കെ വെച്ച് ഞാനങ്ങനെ എനിക്ക് നിവർന്ന് കിടക്കാൻ പറ്റണില്ല. നിവർന്ന് കിടക്കുമ്പോൾ എനിക്ക് വേദന കൂടുതൽ പോലെ. അപ്പോൾ ഞാൻ കമന്ന് കിടന്നിട്ട് അങ്ങനെ എങ്ങനെയോ ഉറങ്ങിപ്പോയിട്ടുണ്ട്. പാതിരാത്രി ആയപ്പോൾ വീണ്ടും വേദന വന്നിട്ടുണ്ട്. ഇടയിലൊക്കെ വേദന വന്നിട്ടുണ്ട്. ഞാൻ ഞെരങ്ങി മൂടി എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചു. എങ്ങനെയല്ലോ പിന്നെയും അങ്ങനെ കിടന്ന് ഉരുളുക എനിക്ക് സഹിക്കുന്നില്ല. ഞാനിതൊക്കെ നിങ്ങളോട് പറയാൻ കാരണം എന്താ വെച്ചാൽ, ദയവ് ചെയ്ത് എന്നെ ഒന്ന് നിങ്ങൾ ഇതിലിപ്പോൾ പിന്നെ ഒരുപാട് കൂട്ടുകാരുണ്ട് എനിക്ക്. 3500 കൂട്ടുകാരായി. ഇവരിൽ ആരെങ്കിലും എന്നെ സഹായിക്കാൻ പറ്റിയാൽ ദയവ് ചെയ്ത് നല്ലൊരു ഡോക്ടറെ പറഞ്ഞു തന്നിട്ട് എന്നെ സഹായിക്കുക. എവിടെ കാണിക്കണം, എൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. എനിക്ക് കഴുത്തിൽ നിന്നേ കാലിലോട്ട് വരുന്ന വേദനയാണ്. കഴുത്തിന് 2 കഴുത്തിൻ്റെ ഭാഗത്തും എല്ല് തേയ്മാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴുത്തിന് പിന്നെ കഴുത്തിൻ്റെ ബ്ലോക്ക് ഉണ്ട്. അതായത് കഴുത്തിന്
നട്ടലിനും ഒരു ഇതുണ്ട്, കഴുത്തിനും ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര എന്നെ സഹായിക്കാൻ പറ്റിയാൽ ദയവേത് എന്നെ ഒരു നല്ലൊരു ഡോക്ടറെ സജഷൻ ചെയ്യാം. ഞാൻ എത്ര കാലമായി ഒരു നടുവേദന വന്നു കഴിഞ്ഞാൽ ഇത്രയും കാലം ഗുളിക കഴിച്ചിട്ടും മരുന്നും കഴിച്ചിട്ടും മാറുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇത് എല്ലാ മാസവും ഇത്ര തന്നെ. ഇതിൽ കറണ്ട് പോയിട്ടാ. ഇത് കുറേ ആയി, എത്ര കാലമായി ഞാൻ ഈ വേദന തിന്നണു. വേദന തിന്നുന്നതിനൊരു കണക്കില്ലേ. നമ്മളെ വേദന മറ്റുള്ളവർക്കും കൂടിയിട്ട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. മറ്റുള്ളവർക്കും കൂടിയിട്ട് ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരാൾ വേണം. എനിക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എല്ലാവരെ പോലെ എനിക്കും പാറി പറന്ന് നടക്കണ്ടേ. എനിക്ക് ഒരു ചോറ് ഊറ്റാൻ പറ്റുന്നില്ല. ചോറ് ആക്കാനോ എന്തിനും ഒരാളെ ആശ്രയിക്കുകയാണ്. എപ്പോഴും വയ്യായ, എപ്പോഴും വേദന. ഞാനിപ്പോൾ ഈ ഇരുന്നിട്ട് ഇങ്ങനെ ഞാൻ വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ എൻ്റെ നട്ടൽ പൊളിയുന്നുണ്ട് കേട്ടോ. ഞാൻ എന്നിട്ടാണ് ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റണില്ല. അത്രയ്ക്കും ബുദ്ധിമുട്ടായി പോയി. ഞാൻ കുറഞ്ഞു എന്ന് വിചാരിക്കുകയാണേ. ഇതിപ്പോൾ എത്ര കൊല്ലമായി, എന്നിട്ടും ഞാൻ കുറഞ്ഞു മാറി കുറഞ്ഞു വരികയാണെന്നല്ല വിചാരിക്കുന്നത്. ഇത് കുറയല്ല, കൂടുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം നിങ്ങളുടെ ആരെങ്കിലും ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്യും, എനിക്ക് നല്ലൊരു ഡോക്ടർ പറഞ്ഞു തരുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എൻ്റെ ഈ വേദനയ്ക്ക് എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു ദയവ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരോടും പറയാണ്, എന്നെ ഒന്ന് സഹായിക്കുക. അപ്പോൾ ഞാൻ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.